ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു പോമ ഫ്രഷ്. സദ്യയ്ക്ക് വിളമ്പുന്ന പ്രധാന കൂട്ടാനുകളിൽ ഒന്നാണ് കുറുക്കുകാളൻ. വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി ദിവസങ്ങളോളം സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കറിയാണിത്. വലിയിച്ചെടുത്താൽ കട്ടിക്കാളൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ അഥവാ കട്ടിക്കാളൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുറുക്കുകാളനായി കഴുകി വൃത്തിയാക്കിയ ചേന ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പാണ് വേണ്ടത്. ഇതുപോലെ തന്നെ നാര് വലിച്ച് കറ കളഞ്ഞ ഒരു നേന്ത്രക്കായും എടുത്തിട്ടുണ്ട്. ഇതും വേണ്ടത് 1 കപ്പ് തന്നെയാണ്. അടുത്തതായി അത്യാവശ്യം പുളിയുള്ള 2 കപ്പ് തൈര് മിക്സിയിലിട്ടടിച്ച് മോരാക്കി വെക്കുക. പിന്നെ വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടിയിൽ തന്നെ ഇത് അരച്ചെടുക്കുക. കാളൻ ഉണ്ടാക്കുന്നതിനായി കൽച്ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടികട്ടിയുള്ള ഏതൊരു പാത്രമായാലും ഇതിന് ഉത്തമമാണ്. ഇതിലേക്ക് ആദ്യം ചേന ഇട്ട് കൊടുത്താണ് വേവിക്കുന്നത്. ചേന പകുതി വേവായ ശേഷം മാത്രമേ നേന്ത്രക്കായ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഇതിനൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും പാതി പിളർന്ന 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. കൽച്ചട്ടി ആയതുകൊണ്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ തന്നെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഇടയ്ക്കിടക്കായി ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചേന പകുതി വേവാവുമ്പോൾ നേന്ത്രക്കായ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. 2 പച്ചക്കറികളും ഓവറായി വെന്തു പോകരുത്. വെള്ളം വറ്റി ഇതുപോലെ നന്നായി വെന്തു വരുന്ന സ്റ്റേജിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്താൽ പിരിച്ചിൽ ഒഴിവാക്കാം. തൈര് നന്നായി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്ത തൈര് വറ്റിച്ച് പകുതിയാക്കുക എന്നുള്ളത് കാളനിലെ ഒരു പരമപ്രധാനമായിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. തൈരിന് പകരം ആദ്യം തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി വറ്റിച്ച ശേഷം അതിലേക്ക് തൈര് ചേർക്കുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിലും താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ തൈരിൽ നിന്നും ഇതിന് ശേഷം വെള്ളം ഇറങ്ങി വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ തൈര് ആദ്യം ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമയം പൂർണ്ണമായും ഒഴിവാക്കുന്നത്. തൈര് വറ്റിക്കുറുകി ഇതുപോലെ ആവണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ സമയം ഇതിലേക്ക് കട്ടിയിൽ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കറി ഒന്നുകൂടെ വറ്റിച്ച് കുറുക്കിയെടുക്കുക. കാളൻ്റെ നീട്ടലും കുറുക്കലും എല്ലാം ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്നതാണ്. ഞാൻ ഈ സ്റ്റേജിൽ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്കുള്ള വറവിട്ട് കൊടുക്കാം. കാളൻ്റെ സ്വാദ് ഒരു പൊടിക്ക് കൂട്ടുന്നതിനായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 4 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത ശേഷം 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയാണെങ്കിലും ചേർക്കാവുന്നതാണ്. പക്ഷേ ഉലുവപ്പൊടിക്കാണ് ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത്. ഇനി ഈ വറവ് കാളനിലേക്ക് ഒഴിച്ച് അത് ഉടൻ തന്നെ 10 മിനിറ്റ് മൂടി വെക്കണം. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഫ്ലേവറുകളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കിട്ടുന്നതാണ്. അങ്ങനെ സാധാരണ കറികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വാസനയോട് കൂടിയ കുറുക്ക് കാളൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.